ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചാപ്റ്റർ 8 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 8 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ തേർഡ് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു. രണ്ട് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ മീഡിയ ഉണ്ട്. ഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ അൺഗൈഡഡ് മീഡിയം, അല്ലെങ്കിൽ വയേർഡ് മീഡിയം ഓർ വയർലെസ് മീഡിയം. അങ്ങനെ രണ്ട് ടൈപ്പ് മീഡിയമാണ് പറയുന്നത്. അതിനകത്ത് ഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയേർഡ് മീഡിയത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിരുന്നു. 3 ടൈപ്പ് വയേർഡ് മീഡിയ ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, കൊയാക്സിയൽ കേബിള്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിള്. ഇങ്ങനെ 3 ടൈപ്പ് വയേർഡ് മീഡിയം അല്ലെങ്കിൽ ഗൈഡഡ് മീഡിയത്തിനെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മളിനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് അൺഗൈഡഡ് മീഡിയമാണ് അല്ലെങ്കിൽ വയർലെസ് മീഡിയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ തേർഡ് പാർട്ടിൽ പഠിക്കാനായിട്ട് പോകാം. ഓക്കെ, ദെൻ അൺഗൈഡഡ് ഓർ വയർലെസ് മീഡിയം. അടുത്ത സെക്കൻഡ് ടൈപ്പ് മീഡിയം ആണ് അൺഗൈഡഡ് ഓർ വയർലെസ് മീഡിയം എന്ന് പറയാം. The medium which do not have a physical connection with the communicating devices is called wireless medium. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസുകൾ തമ്മിൽ ഒരു ഫിസിക്കൽ കണക്ഷൻ, ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കണക്ഷൻ ഇല്ലാത്ത ഒരു മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? വയർലെസ് മീഡിയം എന്ന് പറയുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻ ദിസ് മീഡിയം. കുറേ വേവ്സ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ വയർലെസ് മീഡിയത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ഫ്രീക്വൻസീസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്പ്. സം ഓഫ് ദം ആർ മൈക്രോവേവ്, റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അൺഗൈഡഡ് മീഡിയം അല്ലെങ്കിൽ വയർലെസ് മീഡിയത്തിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ചെറുതാണ് നമ്മൾ പഠിക്കുന്നത് മൈക്രോവേവ്, റേഡിയോ വേവ് ആൻഡ് ഇൻഫ്രാറെഡ് വേവ്. ഇങ്ങനെ 3 ടൈപ്പ് വേവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ 3 ടൈപ്പ് അൺഗൈഡഡ് മീഡിയത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മൈക്രോവേവ്. മൈക്രോവേവിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോവുക. ഇൻ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, സിഗ്നൽസ് ആർ സെൻഡ് ഇൻ ഫ്രം വൺ ഓഫ് മൈക്രോവേവ് ഫ്രീക്വൻസി ത്രൂ അറ്റ്മോസ്ഫിയർ. മൈക്രോവേവ് ഫ്രീക്വൻസി വെച്ചിട്ട് അല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നൽസ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കൂടി നമ്മൾ മൈക്രോവേവ് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ഈ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇറ്റ് ഹാവ് ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 300 MHz ടു 300 GHz. അല്ലെങ്കിൽ മൈക്രോവേവ് വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് ആണ് പറഞ്ഞേക്കുന്നത്. 300 MHz തൊട്ട് 300 GHz വരെയാണ് മൈക്രോവേവ് ഫ്രീക്വൻസിയുടെ അല്ലെങ്കിൽ മൈക്രോവേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുക. മൈക്രോവേവ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് കനോട്ട് പാസ് ത്രൂ സോളിഡ് ഒബ്ജക്റ്റ്. അതായത് മൈക്രോവേവ്സ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിട്ട് ട്രാവൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ അത് ഒരിക്കലും പാസ് ചെയ്ത് പോവില്ല അല്ലെങ്കിൽ അതിനെ പെനിട്രേറ്റ് ചെയ്യത്തില്ല. അതിനെ തുളച്ച് കയറി അതിൻ്റെ അപ്പുറം മറുവശത്ത് കടക്കില്ല ഒരിക്കലും മൈക്രോവേവ്സ്. അത് സ്ട്രെയിറ്റ് ലൈനായിട്ടേ പോവുള്ളൂ. ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ മാത്രമേ ഇതിന് സാധ്യമാവുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡ്. അതായത് ഇത് ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പരസ്പരം കണ്ടുകൊണ്ട്, 2 ഡിവൈസുകൾ തമ്മിൽ പരസ്പരം കണ്ടുകൊണ്ട് മാത്രമേ ഇത് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുള്ളൂ. ഇറ്റ് യൂസസ് tall towers with transmitting and receiving antennas called transceivers. അതായത് മൈക്രോവേവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലുള്ള ടവേഴ്സ് വേണം. ആ ടവറിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുമായിട്ടുള്ള ആന്റിനാസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ട്രാൻസീവേഴ്സ് എന്ന് പറയുക. അതായത് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനുമായിട്ട് ആന്റിനാസ് ഉണ്ട്. ആ ആന്റിനാസിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രാൻസീവേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള ടവേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മൈക്രോവേവ്സ് ട്രാൻസ്മിഷൻ നടത്തുക. 2 antennas must be straight line and able to look at each without any obstacle between them. അതായത് 2 ആന്റിനാസ് തമ്മിൽ അത് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. ഒരു ലൈനിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം അതിൻ്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുക. അതേപോലെ തന്നെ അതിന് ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ നേരിട്ട് കണ്ടുകൊണ്ട് ഉള്ള ഒരു ട്രാൻസ്മിഷനാണ് അതിന് സാധ്യമാവുള്ളൂ. അതിനിടയ്ക്ക് സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും
സാധ്യമാവില്ല. അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ ട്രാൻസ്മിഷൻ അവിടെ സാധ്യമാവില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മൈക്രോവേവ്സിനെ കുറിച്ച് പറയുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുന്നുണ്ട്. അഡ്വാൻറ്റേജ്: ഐഡിയൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. വളരെ ദൂരെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ടോളായിട്ട് അല്ലെങ്കിൽ നല്ല ഹൈറ്റുള്ള ടവറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. അതേപോലെ നോ കേബിൾസ് ആർ റിക്വയർഡ്. നമുക്കിതിനകത്ത് കേബിളുകളുടെ ഒന്നും ആവശ്യമില്ല. കേബിൾ യൂസ് ചെയ്യാണ്ടാണ് നമ്മളിതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക. ഓക്കെ. ദെൻ ഡിസഡ്വാൻറ്റേജ്: ഡു നോട്ട് ഓഫർ ഹൈ സെക്യൂരിറ്റി. ഇതിന് വലിയ സെക്യൂരിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതായത് മൈക്രോവേവ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് വെച്ചിട്ട് ആർക്കെങ്കിലും അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇതിന് സെക്യൂരിറ്റി നമുക്ക് അധികം പറയാനായിട്ട് അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നില്ല. അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് ലൈക്ക് റെയിൻ, തണ്ടർ, സ്റ്റോം എക്സെട്ര മേ അഫക്ട് മൈക്രോവേവ്. അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്, അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചേഞ്ചുകൾ, വലിയ മഴയോ അല്ലെങ്കിൽ ഇടിമിന്നലോ കാറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൈക്രോവേവിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നോയ്സ് ആയിട്ട് വരും. അതിൻ്റെ ഡാറ്റ കറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഈസ് ഹൈ. അതിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സിംഗിൾ യൂസിനൊന്നും ഇത് അധികം യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഒത്തിരി കോസ്റ്റ് ഹൈ ആയതുകൊണ്ട് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സ് ഒക്കെയാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മൈക്രോവേവ്സിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റേഡിയോ വേവ്സ്. In radio wave communication, signals are sent in form of radio wave frequency. Radio wave communication അകത്ത് നമുക്ക് റേഡിയോ വേവ് ഫ്രീക്വൻസിയിലാണ് സിഗ്നൽസ് സെൻഡ് ചെയ്യുക. ഇറ്റ് ഹാവ് എ റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് 3 kHz to 3 GHz. റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 kHz തൊട്ട് 3 GHz വരെയാണ്. It can travel in any direction and can pass through any object. റേഡിയോ വേവ്സ് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്യാം. അതേപോലെ ഏത് ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഇത് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ് മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ അതിന് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമേ സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അത് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ക്യാൻ ത്രൂ എനി ഒബ്ജക്റ്റ്, പാസ് ത്രൂ എനി ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റ് വഴി വേണമെങ്കിലും അതിന് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഡയറക്റ്റ് വോയിസ് കമ്മ്യൂണിക്കേഷൻ. സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് വോയിസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോ കേബിൾസ് ആർ റിക്വയർഡ്. ഇതിനകത്ത് കേബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. കേബിളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ അൺഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ വയർലെസ് മീഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് കേബിളൊന്നും ആവശ്യമില്ല. ഇറ്റ് ഓഫേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ടു റിമോട്ട് ഏരിയ. റിമോട്ടായിട്ടുള്ള ഏരിയാസ്, അതായത് നമുക്ക് എളുപ്പം കടന്നു ചെല്ലാൻ പറ്റില്ലാത്തിങ്ങനെ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒത്തിരി ഹൈ ആയിട്ടുള്ള നമുക്ക് എളുപ്പം നമുക്ക് കടന്നു ചെല്ലാൻ പറ്റില്ലാത്ത റിമോട്ടായിട്ടുള്ള ഏരിയാസിലുള്ള കമ്മ്യൂണിക്കേഷനാണ് കൂടുതലും റേഡിയോ വേവ്സ് യൂസ് ചെയ്യുക. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡു നോട്ട് ഓഫർ ഹൈ സെക്യൂരിറ്റി. ഇതും വലിയ സെക്യൂരിറ്റി ഒന്നും നമുക്ക് ഓഫർ ചെയ്യുന്നില്ല. സെക്യൂരിറ്റി കുറവാണ്. അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് അഫക്ട് ട്രാൻസ്മിഷൻ. ഇവിടെ നമുക്ക് റെയിനോ തണ്ടറോ സ്റ്റോമോ അങ്ങനെ അറ്റ്മോസ്ഫിയർ ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷനെ അഫക്റ്റ് ചെയ്യും. ദെൻ തേർഡ് വൺ പറയുന്നത് ഹൈ കോസ്റ്റ്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നതും വളരെ ഹൈ ആണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻഫ്രാറെഡ് വേവ്സ്. In infrared wave communication, signals are transmitted in the form of infrared frequency. Infrared wavesനകത്ത് infrared frequency യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സിഗ്നൽസ് പാസ് ചെയ്യുക. It have infrared frequency range from 300 GHz to 400 THz. അതായത് വളരെ ഹൈ ഫ്രീക്വൻസിയാണ് ഇൻഫ്രാറെഡിനുള്ളത്. 300 GHz തൊട്ട് 400 THz വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് പറയുക. അപ്പോൾ ആ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഇൻഫ്രാറെഡ് വേവ്സ് ട്രാൻസ്മിഷൻ നടത്തുക. ദെൻ ഇൻഫ്രാറെഡ് കമ്മ്യൂണിക്കേഷൻ ആർ യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ അകലത്തിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക, ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുക. ദ ക്യാൻ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് കനോട്ട് പാസ് ത്രൂ സോളിഡ് ഒബ്ജക്റ്റ്. ഇതും ഈ ഒരു സിഗ്നലും
ഇൻഫ്രാറെഡ് സിഗ്നൽസും ഡയറക്റ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. അതേപോലെ സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും ഇത് പാസ് ചെയ്തു പോകില്ല അല്ലെങ്കിൽ പെനിട്രേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇൻഫ്രാറെഡ് വേവ്സിനെ കുറിച്ച് പറയാനുള്ളത്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇറ്റ് യൂസസ് എ ലൈൻ ഓഫ് സൈറ്റ് ട്രാൻസ്മിഷൻ. ഇത് ലൈൻ ഓഫ് സൈറ്റ് നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു ട്രാൻസ്മിഷൻ മാത്രമേ ഇതിനകത്ത് സാധ്യമാവുള്ളൂ. ദെൻ സെക്കൻഡ് വൺ, ദ വേവ്സ് കനോട്ട് ക്രോസ് സോളിഡ് ഒബ്ജക്റ്റ്. സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന് ഈ വേവ്സ് പാസ് ചെയ്തു പോകില്ല അല്ലെങ്കിൽ ക്രോസ് ചെയ്യില്ല. ദെൻ ഓൺലി 2 ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് അറ്റ് എ ടൈം. ഒരു സമയത്ത് 2 ഡിവൈസുകളെ മാത്രമേ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ ലോങ്ങർ ദ ഡിസ്റ്റൻസ് ദ വീക്കർ ദ പെർഫോമൻസ്. നമ്മുടെ ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞ് അതിൻ്റെ പെർഫോമൻസ് വീക്കറാവും അല്ലെങ്കിൽ പെർഫോമൻസ് കുറയും. അതായത് ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇനി ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ നടത്തുന്നത് നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ടിവിയുടെയൊക്കെ റിമോട്ടിനകത്ത് യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ ടിവിയുടെ റിമോട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരാൾ അല്ലെങ്കിൽ ടിവിയുടെ ആ ഒരു സിഗ്നലും നമ്മുടെ റിമോട്ടിൽ നിന്നുള്ള സിഗ്നലിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കയറി നിന്നാൽ പോലും അതിൻ്റെ റിമോട്ട് വർക്കാവില്ല. അപ്പോൾ അത് ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ആ ടിവിയുടെ ആ സിഗ്നൽ റിസീവ് ചെയ്യുന്ന ആ ഒരു പോർഷനും നമ്മുടെ റിമോട്ടും തമ്മിൽ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിന് ഇടയ്ക്ക് സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ലൈൻ ഓഫ് സൈറ്റ് ഇല്ലാണ്ട് അതൊരിക്കലും ആ ട്രാൻസ്മിഷൻ നടന്ന് റിമോട്ട് വർക്കാവില്ല. അപ്പോൾ നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ടിവിയുടെ റിമോട്ടൊക്കെ നമ്മൾ സാധാരണ വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ദെൻ അടുത്തത് നമ്മൾ പറയാനുള്ളത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസിങ് റേഡിയോ വേവ്സ്. അതായത് നമ്മൾ 3 ടൈപ്പ് വേവ്സുകളെ കുറിച്ചാണ് നമ്മൾ അൺഗൈഡഡ് മീഡിയത്തിനകത്ത് പറഞ്ഞത്. മൈക്രോവേവ്, റേഡിയോ വേവ്, ഇൻഫ്രാറെഡ് വേവ്. അതെന്താണെന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഈ റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നോളജികളാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസിങ് റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, ഇതാണ് നമ്മൾ അടുത്ത പഠിക്കുക. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബ്ലൂടൂത്ത്. നമ്മൾ കേൾക്കാറുള്ളതാണ്, നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. ഫോണിലും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, അതേപോലെ കീബോർഡ്, മൗസ്, അങ്ങനെയുള്ള ബ്ലൂടൂത്ത് ഡിവൈസസ് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ആ ബ്ലൂടൂത്ത് എന്താണ്, അല്ലെങ്കിൽ ബ്ലൂടൂത്തിനകത്ത് യൂസ് ചെയ്യുന്ന വേവ്സ് ഏതാണ്? റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുക. Bluetooth technology uses radio waves in a frequency range of 2.402 GHz to 2.480 GHz. ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 2.402 GHz തൊട്ട് 2.480 GHz വരെയാണ്. അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് ബ്ലൂടൂത്ത് നമ്മൾ വർക്ക് ചെയ്യിക്കുക. This technology is used for short-range communication in variety of devices for wireless communication. Wireless communication വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഡിവൈസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് എന്ന് പറയുക. അവിടെ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ്. ആ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 2.402 GHz തൊട്ട് 2.480 GHz വരെയാണ്. ഓക്കെ, സെൽഫോൺസ്, laptop, mouse, keyboard, tablets, etc. are some of the devices that utilize Bluetooth communication. നമ്മൾ സാധാരണ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസിൻ്റെ ഒക്കെ പേരാണ് പറഞ്ഞേക്കുന്നത്. സെൽഫോൺസിൽ യൂസ് ചെയ്യാറുണ്ട്, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാറുണ്ട്, മൗസ്, കീബോർഡ്, ടാബ്ലറ്റ്, ഇങ്ങനെയുള്ള ഡിവൈസസുകളിൽ കൂടെ ഒക്കെ നമ്മൾ ബ്ലൂടൂത്ത് ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയേ. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഈസ് നോട്ട് റിക്വയർഡ്. നമുക്ക് ഒരിക്കലും നേരിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഒരിക്കലും ആവശ്യമില്ല. നമുക്ക് അതിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു അടുത്തടുത്തുള്ള 2 റൂമിലിരുന്നാണെങ്കിൽ പോലും ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവും. അതായത് അതിൻ്റെ ഇടയ്ക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വന്നാലും ഈ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമാവും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ക്യാൻ കണക്ട് അപ് ടു 8 ഡിവൈസസ് സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് മാക്സിമം 8 ഡിവൈസ് വരെ ഇതിന് ഒരു സമയത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ തേർഡ് വൺ,
സ്ലോ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് അപ് ടു 1 Mbps. 1 Mbps വരെയുള്ള വളരെ കുറഞ്ഞ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ് ഇതിനകത്ത് സാധ്യമാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്പീഡൊക്കെ കുറവായിരിക്കും. 1 Mbps ആണ് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് വരിക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ വൈഫൈ നമ്മൾ ഒത്തിരി എപ്പോഴും കേൾക്കുന്ന ഒരു ടെക്നോളജിയാണ് വൈഫൈ എന്ന് പറയുക. വയർലെസ് ഫിഡിലിറ്റി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം പറയുക വൈഫൈയുടെ. വൈഫൈ നെറ്റ്വർക്ക് മേക്ക് യൂസ് ഓഫ് റേഡിയോ വേവ്സ് ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ അക്രോസ് എ നെറ്റ്വർക്ക് ലൈക്ക് സെൽഫോൺ, TV ആൻഡ് റേഡിയോസ്. നമുക്കറിയാം വൈഫൈ നെറ്റ്വർക്ക് നമ്മൾ എപ്പോഴും സെൽഫോണിലും നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ് വൈഫൈ എന്ന് പറയുക. നമുക്ക് നമ്മുടെ ഫോണിലോട്ട് ഇൻ്റർനെറ്റൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വൈഫൈ ആണ്. അപ്പോൾ സെൽഫോണിലും TVയിലും റേഡിയോസിലും ഒക്കെ നമ്മൾ ഡാറ്റ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വൈഫൈ നെറ്റ്വർക്ക്. അവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുക. ദ റേഡിയോ വേവ്സ് യൂസ്ഡ് ഇൻ വൈഫൈ റേഞ്ച് ഫ്രം എ ഫ്രീക്വൻസി 2.4 GHz ടു 5 GHz. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 2.0 GHz തൊട്ട് 5 GHz വരെയുള്ള ഫ്രീക്വൻസി റേഞ്ചാണ് ഇവിടെ യൂസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ അക്രോസ് എ നെറ്റ്വർക്ക് യൂസിങ് വൈഫൈ ഈസ് എ 2-way കമ്മ്യൂണിക്കേഷൻ. വൈഫൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു 2-way കമ്മ്യൂണിക്കേഷനാണ്. അതായത് രണ്ട് സൈഡിലോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. The wireless adapter is used to translate data into radio signals and transmit it using antenna. A wireless router receives signals and decode it. ഒരു വയർലെസ് അഡാപ്റ്റർ ഉണ്ട്. ആ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽസ് ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. ദെൻ ഒരു ആൻറ്റിന യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ഒരു വയർലെസ് റൂട്ടർ ആണ് ഈ സിഗ്നൽസിനെ ഡീകോഡ് ചെയ്ത് അവിടെ റിസീവ് ചെയ്യുക, അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ റിസീവ് ചെയ്യുക. അപ്പോൾ ഒരു വയർലെസ് അഡാപ്റ്ററും ഒരു വയർലെസ് റൂട്ടറും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ് പറയുക. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഒരിക്കലും നേരിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിന് ആവശ്യമില്ല. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്ന സ്പീഡ് 54 Mbps. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 54 Mbps ആണ്. Then Wi-Fi can connect more number of devices simultaneously. അതായത് നമ്മൾ പറഞ്ഞു ബ്ലൂടൂത്തിൽ ഒരേ സമയം 8 ഡിവൈസസ് വരെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ വൈഫൈയിൽ നമുക്ക് അതിൽ കൂടുതൽ ഡിവൈസസ് കണക്ട് ചെയ്യാം. പക്ഷേ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് കൂടുന്തോറും അതിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇതിൻ്റെ സ്പീഡ് 54 Mbps മാത്രമാണ്. അപ്പോൾ ഒന്നിലധികം ഡിവൈസസ് അല്ലെങ്കിൽ കൂടുതൽ ഡിവൈസസ് അതിനകത്തേക്ക് കണക്ട് ചെയ്യുന്തോറും അതിൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. Then used for communication up to 114 meter or 375 feet. അപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് പറയുക. 114 മീറ്റർ അത്രയും ഡിസ്റ്റൻസിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ നമുക്ക് വൈഫൈ യൂസ് ചെയ്തിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന വൈഫൈ ഒന്നും അത്രയും പോലും നമുക്ക് കിട്ടത്തില്ല. വളരെ കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത് വൈഫൈ എന്ന് പറയുക. ദെൻ തേർഡ് വൺ പറയുന്നത് വൈമാക്സ്, വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് എന്നാണ് വൈമാക്സ് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുക. വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. Then WiMAX has a frequency range of 2 GHz to 11 GHz. WiMAXിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 2 GHz തൊട്ട് 11 GHz വരെയാണ്. WiMAX can provide high speed wireless internet access over very long distance. WiMAX എന്ന് പറയുന്നത് വളരെ ഒരു ഓൾ സിറ്റി എന്നാണ് പറയുന്നത്. അതായത് ലോങ് ഡിസ്റ്റൻസിൽ ഹൈ സ്പീഡിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വൈമാക്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 2 GHz to 11 GHz. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, hundreds of users can connect to a single station. ഒരു സിംഗിൾ സ്റ്റേഷനിൽ 100 കണക്കിന് യൂസേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Then provide high speed connection up to
70 Mbps over an area of 45 kilometer. ഒരു 45 കിലോമീറ്റർ ചുറ്റളവിൽ 70 Mbps സ്പീഡിൽ അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ നമുക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് റിക്വയർഡ്. നേരിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ഇതിന് ആവശ്യമില്ല. വെതർ കണ്ടീഷൻസ് ലൈക്ക് റെയിൻ, സ്റ്റോം എക്സെട്ര കുഡ് ഇൻറ്ററപ്റ്റ് ദ സിഗ്നൽ. അതായത് കാറ്റോ മഴയോ അതേപോലെ ഇടിമിന്നൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സിഗ്നൽസിനെ ഇൻറ്ററപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് നോയ്സ് ആയിട്ട് അതിന് വരും. അപ്പോൾ അതിൻ്റെ സിഗ്നൽസ് വീക്കാവും. വെരി ഹൈ പവർ കൺസപ്ഷൻ. ഇതിൻ്റെ പവർ കൺസപ്ഷൻ അല്ലെങ്കിൽ കറണ്ട് ഒത്തിരി ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ആൻഡ് ഓപ്പറേഷൻ. ഇതിൻ്റെ ഓപ്പറേഷനും ഇൻസ്റ്റലേഷനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഹൈ കോസ്റ്റ് ആവും. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സണൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം സാറ്റലൈറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ലാസ്റ്റ് നമ്മൾ റേഡിയോ വേവ്സിനകത്ത് യൂസ് ചെയ്യും. ലോങ് ഡിസ്റ്റൻസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ഓഫ് സാറ്റലൈറ്റ്സ് ഫോർ ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ്. അതായത് വളരെ ലോങ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത് വൈമാക്സ് നമ്മൾ പറഞ്ഞു, ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു 45 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഹൈ സ്പീഡിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വൈമാക്സ് എന്ന് പറയുക. അപ്പോൾ അതൊരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു 45 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് പറ്റുള്ളൂ. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലും ലോങ് ഡിസ്റ്റൻസിൽ, അതായത് ഭൂമിയുടെ ഒരറ്റത്തു നിന്ന് വേറൊരറ്റത്തിലോട്ട് പോലും നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽസ് ആണ്. Usually, a signal travels in a straight line and is not able to bend. അതായത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസ് സ്ട്രെയിറ്റ് ലൈനായിട്ട് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. അതേപോലെ അതൊരിക്കലും ബെൻഡ് ചെയ്യില്ല, ഏറ്റവും വളഞ്ഞ് നമുക്ക് പോവില്ല, സ്ട്രെയിറ്റ് ലൈനായിട്ട് മാത്രമേ അത് ട്രാവൽ ചെയ്യുള്ളൂ. സിഗ്നൽസ് can be sent to geostationary or geosynchronous satellites in a space. അതായത് ജിയോ സ്റ്റേഷണറി അല്ലെങ്കിൽ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ്സ് ഇൻ എ സ്പേസിൽ ഉള്ള ജിയോ സ്റ്റേഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ ജിയോ സിങ്ക്രോണസ് ആയിട്ടുള്ള സാറ്റലൈറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് നമ്മുടെ എർത്ത് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ അതേ സ്പീഡിൽ നമുക്ക് ഈ സാറ്റലൈറ്റുകളും ട്രാവൽ ചെയ്യും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ എർത്തിനെ റൗണ്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സാറ്റലൈറ്റ് നമുക്ക് സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യും. അതായത് ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. Satellites carry these signals using the electronic devices called transponders for receiving, amplifying, rebroadcasting signals to Earth. അതായത് ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഈ സിഗ്നൽസ് ക്യാരി ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോണിക് ഡിവൈസസിന് പറയുന്ന പേരാണ് ട്രാൻസ്പോണ്ടേഴ്സ്. ഈ ട്രാൻസ്പോണ്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ സാറ്റലൈറ്റ്സ് ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഈ സിഗ്നൽസ് നമുക്ക് ക്യാരി ചെയ്യുക അല്ലെങ്കിൽ പാസ് ചെയ്യുക. ഈ ട്രാൻസ്പോണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാം? സിഗ്നൽസ് റിസീവ് ചെയ്യാം, ആംപ്ലിഫൈ ചെയ്യാം, റീബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അപ്പോൾ സിഗ്നൽസ് റിസീവ് ചെയ്തു, അത് ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കായി പോയിട്ടുള്ള സിഗ്നൽസ് ഒന്നും കൂടി സ്ട്രെങ്തനായി അല്ലെങ്കിൽ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി കൊടുക്കുന്നു. ദെൻ റീബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഒന്നും കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ട്രാൻസ്പോണ്ടേഴ്സ് ഓരോ സാറ്റലൈറ്റിനും അകത്തുള്ള ട്രാൻസ്പോണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സിഗ്നൽസ് ടു ദ എർത്ത്. അപ്പോൾ നമുക്ക് എർത്തിലോട്ട് അല്ലെങ്കിൽ ഭൂമിയിലോട്ട് വരുന്ന ആ സിഗ്നൽസ് റിസീവ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് റീബ്രോഡ്കാസ്റ്റ് ചെയ്യും. ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം ദ എർത്ത് ടു എ സാറ്റലൈറ്റ് ഈസ് കോൾഡ് അപ്ലിങ്ക്. അതായത് ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഫ്രം ദ എർത്ത് ടു എ സാറ്റലൈറ്റ് ഈസ് കോൾഡ് അപ്ലിങ്ക്. അതായത് എർത്തിൽ നിന്ന് സാറ്റലൈറ്റിലോട്ട് ഒരു സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് അപ്ലിങ്ക് എന്ന് പറയുക.
Okay, then transmission of the signals from satellite to earth is called downlink. അതായത് സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലോട്ട് ഒരു സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഡൗൺലിങ്ക് എന്ന് പറയുക. അപ്പോൾ ഭൂമിയിൽ നിന്ന് സാറ്റലൈറ്റിലോട്ട് വിടുന്ന സിഗ്നൽസിനെ അപ്ലിങ്ക് എന്നും സാറ്റലൈറ്റിൽ നിന്ന് എർത്തിലോട്ട് അല്ലെങ്കിൽ തിരിച്ച് ഭൂമിയിലോട്ട് വരുന്ന സിഗ്നൽസിനെ ഡൗൺലിങ്ക് എന്നും പറയുന്നു. ഓക്കെ, then അതിൻ്റെ ഫീച്ചേഴ്സ്. സാറ്റലൈറ്റ്സ് കവർ എ ലാർജ് ഏരിയ ഓൺ ദ എർത്ത്. എർത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം സാറ്റലൈറ്റ് കവർ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗം, ഭൂമിയുടെ തന്നെ വലിയൊരു ഭാഗത്തിലെ കമ്മ്യൂണിക്കേഷൻ ഇതിനായിട്ട് സാധ്യമാകും. ദിസ് സിസ്റ്റം ഈസ് എക്സ്പെൻസീവ്. നമുക്കറിയാം സാറ്റലൈറ്റ് ഒന്നും സ്ഥാപിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഹൈ ഓർഗനൈസേഷനോ ഒക്കെയാണ് ഇത് ചെയ്യുക. അപ്പോൾ അത് എക്സ്പെൻസീവാണ്. റിക്വയർസ് ലീഗൽ പെർമിഷൻ ആൻഡ് ഓതറൈസേഷൻ. അതായത് ഒരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്തണമെങ്കിൽ ലീഗലായിട്ടുള്ള പെർമിഷൻസ് ഒക്കെ വേണം, അല്ലെങ്കിൽ അതിന് ഓതറൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാനും അത് വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ സാധ്യമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പാട്ടിനകത്ത് പഠിക്കുന്നത്. നമ്മൾ പഠിച്ചത് അൺഗൈഡഡ് മീഡിയ ആണ്. അൺഗൈഡഡ് മീഡിയ നമ്മൾ 3 ടൈപ്പിലുള്ള അൺഗൈഡഡ് മീഡിയ അല്ലെങ്കിൽ വയർലെസ് മീഡിയത്തിനെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? മൈക്രോവേവ്, റേഡിയോ വേവ് ആൻഡ് ഇൻഫ്രാറെഡ് വേവ്. ഇതിനകത്ത് റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്ന 4 ടെക്നോളജിനെ കുറിച്ചാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്ന 4 ടെക്നോളജികളാണിത്. അപ്പോൾ ഇതെല്ലാം ശരിക്കും വീണ്ടും കണ്ട് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.